അർജൻ മെസ്സി വരികയാണ്. കേരളത്തിൽ വരുമെന്ന് വിചാരിച്ചതാണ്, പല കാരണങ്ങൾ കൊണ്ട് അത് നടന്നില്ല. ഇപ്പം കേരളത്തിന് തൊട്ടടുത്തുള്ള ഹൈദരാബാദിലേക്കെങ്കിലും മെസ്സി വരുന്നുണ്ട്. അതെ അതെ തീർച്ചയായും. ഇതിനകത്ത് എനിക്ക് തോന്നുന്നത് ഇത് സാധാരണ ഇത്തരം ടൂറുകൾ ഇന്ത്യ കണ്ടിട്ടില്ല. ഇന്ത്യ അങ്ങനെ അധികം ടൂറുകൾ ഇങ്ങനെ ഫുട്ബോൾ താരങ്ങളുടെ ടൂറ് കാണാറില്ല. ഇപ്പോൾ തീം ബേസ്ഡ് ഒരു ടൂറാണ് മെസ്സി ഇപ്പം നടത്തുന്നത്. സുവാരസും ഒക്കെ വരുന്നുണ്ട് എന്നാണ് പറയുന്നത്. റോഡ്രിഗോ ഡിപ്പോളും വരുന്നുണ്ട്. അപ്പോൾ അവർ ഒരുമിച്ച് വന്നിട്ട് ഇങ്ങനെ ചില കേന്ദ്രങ്ങളിൽ രാഷ്ട്രീയ നേതാക്കളെയൊക്കെ സന്ദർശിക്കുന്ന പരിപാടികൾ അവിടെ സംഘടിപ്പിച്ചിരിക്കുന്നു. അതുപോലെ സാൾട്ട് ലേക്ക് സ്റ്റേഡിയത്തിൽ ഷാറൂഖ് ഖാനുമായി അവരൊരുമിച്ച് വരുന്നു, ആരാധകരെ കാണുന്നു. മുംബൈയിൽ സച്ചിനെ കാണുന്നുണ്ട്. ഒപ്പം ഇവിടെ തെലങ്കാനയിൽ വന്നിട്ട് രേവന്ത് റെഡ്ഡിക്ക് ഫുട്ബോൾ കളിക്കുന്നുണ്ട്, പ്രധാനമന്ത്രിയെ കാണുന്നുണ്ട്. അങ്ങനെ ഒരു പരിപാടിയാണ്. അതായത് ഒരു പൂർണ്ണ രൂപത്തിലുള്ള ഒരു ഫുട്ബോൾ മാച്ചിലേക്കൊന്നും അല്ല വരുന്നത്. രേവന്ത് റെഡ്ഡിക്കൊപ്പം അവർ സെവൻസ് കളിക്കുന്നുണ്ടെന്ന് തോന്നുന്നു. ആ രീതിയിലുള്ള എന്തോ ഒരു ചെറിയൊരു പരിപാടി തയ്യാറാക്കിയിട്ടുണ്ട്. പക്ഷേ രേവന്ത് റെഡ്ഡി കഴിഞ്ഞ കുറേ ദിവസമായി അതിനു വേണ്ടിയിട്ടുള്ള കഠിനമായ പരിശീലനത്തിലാണ്. എന്തായാലും ഇപ്പോൾ ക്രിക്കറ്റ് പോലെ ഇന്ത്യയുടെ ആ മേഖലയിൽ നോക്കി അപ്പം കൊൽക്കത്തയിൽ തീർച്ചയായും ധാരാളം ഫുട്ബോൾ പ്രേമികളുള്ള പ്രദേശമാണ്. പക്ഷേ പൊതുവെ അങ്ങനെ നോക്കിയാൽ അങ്ങനെ അത്രയും ഫുട്ബോൾ പ്രേമികളൊന്നുമില്ല. പക്ഷേ ഫുട്ബോൾ ഇവിടെ നന്നായി വളരുന്നു എന്നുള്ളതും ഇത്തരം ടൂറുകൾ പോലും സംഘടിപ്പിച്ചാൽ ഒരുപക്ഷെ ഏറ്റവും ലാഭകരമായി അത്തരം ഒരു ടൂർ സംഘടിപ്പിക്കാവുന്ന ഒരു സ്ഥലമാണ് ഇന്ത്യ എന്നതടക്കം അവർ വിലയിരുത്തിക്കൊണ്ടാണ് ഈ ടൂർ ആരംഭിക്കുന്നത്. എനിക്ക് തോന്നുന്നത് ഇനി ഇങ്ങനെ ഏതാണ്ട് റിട്ടയർമെൻറ്റിനോട് അടുത്ത് നിൽക്കുന്ന താരങ്ങളുടെ ഒരു ഘോഷയാത്ര ഇന്ത്യയിൽ ഉണ്ടാവാനുള്ള എല്ലാ സാധ്യതയും കാണുന്നുണ്ട്. കാരണം ഈ ടിക്കറ്റെല്ലാം നന്നായി വിറ്റുപോയിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതാണ്ട് 8,500 മുതൽ മുകളിലേക്കാണ് അതിൻ്റെ ടിക്കറ്റ് നിരക്ക്. ആ ടിക്കറ്റ് എടുത്ത് കാണാനായി ഈ ഓരോ സ്ഥലത്തും ആളുകൾ എത്തിച്ചേരുന്നു എന്നുള്ള പ്രത്യേകതയുണ്ട്. ഈ പ്രധാനപ്പെട്ട മീറ്റിങ്ങുകളിലല്ല, അല്ലാത്ത ഈ പൊതുവേദികളിലെ പരിപാടികളിലേക്കെല്ലാം ആളുകൾ ഇരമ്പിയാർത്തെത്തുന്നു. ഇപ്പോൾ കേരളത്തിൽ തന്നെ വരും എന്നുള്ള ഒരു പ്രതീതി ഉണ്ടായപ്പോൾ തന്നെ ഒരു റെസ്പോൺസ് നമ്മൾ കണ്ടതാണല്ലോ. അതുമാത്രം പ്രധാനപ്പെട്ട ഒരു ചർച്ചാ വിഷയമായി മാറുകയും ആളുകളെല്ലാം ആവേശത്തോടെ കാത്തിരിക്കുകയും ചെയ്ത ഒരു സാഹചര്യമുണ്ട്. നിർഭാഗ്യവശാൽ അത് തൽക്കാലം ഇതുവരെ അത് അത് നടപ്പായില്ല എന്നുള്ളതാണ് അതിലെ സങ്കടകരമായ കാര്യം. പക്ഷേ ഇതിപ്പോൾ ഇന്ത്യ മുഴുവൻ, കേരളം ആവേശത്തോടെ ശ്രദ്ധിക്കും. കാരണം ഇന്ത്യയിലേക്ക് മെസ്സി എത്തുകയാണ്. 2011 ശേഷം ആദ്യമായാണ് ഇന്ത്യയിലേക്ക് മെസ്സി എത്തുന്നത്. അന്ന് വെനസ്വേലയ്ക്കെതിരെ ഇതുപോലെ കൊൽക്കത്തയിലാണ്, സാൾട്ട് ലേക്ക് സ്റ്റേഡിയത്തിലാണ് മത്സരം നടന്നത്. 1-0 മെസ്സി ഗോളൊന്നും അടിച്ചില്ല, ഒരു അസിസ്റ്റ് ഉണ്ടായിരുന്നു മെസ്സിയുടെ. അതിനപ്പുറം വേറൊന്നും സംഭവിച്ചിട്ടില്ല. എങ്കിൽ പോലും വളരെ ആവേശത്തോടെ തന്നെയാണ് ഈ വരവിനെ കാണുന്നത്. ഇതിൻ്റെ കൂടെ പലതും ഈ ഫാഷൻ ഷോകളുണ്ടാവും, ഫാഷൻ ഉൽപ്പന്നങ്ങളുടെ കച്ചവടത്തിൻ്റെ സാധ്യതകൾ ഇതിലൂടെ തേടും. മുമ്പും പലരും ഇതുപോലെ ചെയ്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നത് ഇത് തുടങ്ങി വെച്ചതിൽ പെലെയാണ്. പെലെയ്ക്ക് ശേഷം ഇങ്ങോട്ട് ഓരോ ഘട്ടത്തിലും ഈ സൂപ്പർ താരങ്ങളുടെ ഇത്തരം ടൂറുകൾ, ഈ ഫുട്ബോൾ തീം ബേസ്ഡ് ടൂറുകൾ ആ രീതിയിൽ ഉണ്ടായിട്ടുണ്ട്. നല്ല ഫണ്ട് സമാഹരണത്തിനുള്ള ഒരു സാധ്യത കൂടിയാണ്. ഫുട്ബോളിനെ കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കാനും അതുവരെ കണ്ട വലിയ താരശരീരങ്ങളെ അടുത്ത് കാണാനുള്ള ഒരവസരവുമൊക്കെ സാധാരണ ആളുകൾക്കും എല്ലാം ഉണ്ടാകുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. അതിനപ്പുറത്ത് നേരിട്ട് ഫുട്ബോൾ എന്നതിലേക്ക്, ഒരു മാച്ച് എന്നതിലേക്ക്, ആ ആവേശത്തിലേക്ക് ഈ ഒരു സന്ദർശനം എന്തായാലും എത്തിക്കുന്നില്ല. പിന്നെ സുവാരസൊക്കെ വരുന്നത് കൊണ്ട് സുവാരസിനെ പൊതുവെ ഈ പറഞ്ഞതുപോലെ മെസ്സിയെ ഇഷ്ടമാണ്, മെസ്സിക്ക് സുവാരസിനെ ഇഷ്ടമായതുകൊണ്ട് ആളുകൾക്ക് സുവാരസിനെയും കൂടുതൽ ഇഷ്ടമാണ്, ഒരു വികൃതിയാണ്. അപ്പോൾ സുവാരസ് കൂടിയൊക്കെ എത്തുന്നു, അതുകൊണ്ട് അത് കാത്തിരുന്ന് കാണുക എന്നുള്ളത് ഒരാവേശത്തോടെ തന്നെയാണ് ആളുകൾ കാണുന്നത്. രസകരമായ കാര്യം, ഇതിൽ കേരളത്തിൽ നിന്നും മെസ്സിയെ കാണാൻ ഈ തവണയും കൊൽക്കത്തയ്ക്ക് ആളുകൾ പുറപ്പെട്ടിട്ടുണ്ട് എന്ന വിവരം കൂടിയുണ്ട്. സോഷ്യൽ മീഡിയയിലൂടെയൊക്കെ അത്തരം വിവരങ്ങൾ ആളുകൾ ഹൈദരാബാദിലേക്ക് പോകുന്നുണ്ട്. അതാ പറഞ്ഞത്, ഹൈദരാബാദിലേക്കും കൊൽക്കത്തയിലേക്കും മറ്റേ കേരളത്തിൽ നിന്ന് ആളുകൾ പോകുന്നുണ്ട്. അപ്പോൾ കേരളത്തിലേക്ക് മെസ്സിയെ കൊണ്ടുവരിക എന്നുള്ളൊരു ചെറിയ ചിന്തയല്ല. വന്നാൽ ഈ ആവേശമുള്ള ആളുകൾ ഇവിടെ അവശേഷിക്കുന്നുണ്ടല്ലോ. ഈ കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനമാണല്ലോ ഹൈദരാബാദ്, തെലങ്കാന. അപ്പം തെലങ്കാന, റൈസിംഗ് തെലങ്കാന എന്ന് പറയുന്ന അവരുടെ 2 വർഷത്തെ സർക്കാരിൻ്റെ വാർഷികവുമായി ബന്ധപ്പെട്ടുകൂടിയാണ് ഈ പരിപാടി. ആദ്യഘട്ടത്തിൽ മുംബൈയും കൊൽക്കത്തയും ഡൽഹിയും മാത്രമായിരുന്നു. പിന്നീട് ഹൈദരാബാദ് കൂടി സ്പോൺസർമാരുമായിട്ടുള്ള സംസാരത്തിൻ്റെ അടിസ്ഥാനത്തിൽ സർക്കാർ കൂടി കാശ് മുടക്കി. ആ സർക്കാരിന് അത്രയും കാശ് മുടക്കാനുണ്ട്, ഒരുപാട് ഗനികളൊക്കെ ഉള്ളൊരു സംസ്ഥാനമാണല്ലോ. അപ്പം അങ്ങനെ കാശ് മുടക്കിയിട്ടാണ് മെസ്സിയെ കൊണ്ടുവരുന്നത്, ഈ റൈസിംഗ് തെലങ്കാനയുടെ ഭാഗമാക്കുന്നത്. അപ്പോൾ എനിക്കറിയുന്ന 1-2 പേര് ചില കോൺഗ്രസ്സുകാരോട്, നിങ്ങൾ ഭരിക്കുന്ന സംസ്ഥാനമാണല്ലോ, 2 ടിക്കറ്റ് കിട്ടുമെന്ന് വരെ ചോദിച്ച ആളുകളുണ്ട് എന്നുള്ളത് എനിക്ക് വ്യക്തിപരമായി അറിയാം. എന്തായാലും ആളുകൾ ആഘോഷിക്കുകയാണ്. മാത്രമല്ല അർച്ചന, ഈ പൈസ ഇത് കാശിൻ്റെ കളിയാണെന്ന് പറഞ്ഞപ്പോൾ ഒരു കാര്യം കൂടി പറയാം. ഹൈദരാബാദിലെ ഒരു ഹോട്ടലിൽ
മെസ്സി താമസിക്കുന്ന ഹോട്ടലിലെ കോർട്ട്യാർഡിൽ മെസ്സി എന്താണ്ട് ഒരു അരമുക്കാൽ മണിക്കൂറോളം പുറത്തിറങ്ങി നിൽക്കും. അപ്പം ഈ കൂടുതൽ പൈസ അടച്ചിട്ടുള്ള ആളുകൾക്ക് മെസ്സിക്കൊപ്പം സെൽഫി എടുത്ത് ഒരു കൈ കൊടുത്തിട്ട് പോകാം. അതിൻ്റെ ഒരു സെൽഫിയുടെ വില എന്ന് പറഞ്ഞാൽ 9.99 ലക്ഷമാണ്. അതായത് 10 ലക്ഷം രൂപയാണ് എന്നുള്ളതാണ് ഇതിന്റെ കച്ചവട സാധ്യത എന്ന് പറയുന്നത്. മെസ്സി വരുന്നത് നല്ലതാണ്, നന്നായി തന്നെ തീരട്ടെ അല്ലേ? കേരളത്തിലും വരാനുള്ള ഒരു സാഹചര്യം ഉണ്ടാവട്ടെ. ലിയോണൽ മെസ്സി എന്ന ഇതിഹാസ താരം കേരളത്തിന്റെ മണ്ണിൽ പന്ത് തട്ടുന്നത് കാണാൻ കൊതിച്ചവരാണ് മലയാളികൾ. സാങ്കേതിക പ്രശ്നങ്ങളും സ്പോൺസർഷിപ്പ് തർക്കവുമാണ് മെസ്സി പടയുടെ വരവിന് തടയിട്ടത്. മലയാളക്കരയിലേക്ക് എത്തിയില്ലെങ്കിലും ഹൈദരാബാദിലേക്കുള്ള വരവ് മലയാളികൾക്കും ആഘോഷിക്കാം. മെസ്സിഹ ഇന്ത്യയിൽ അവതരിക്കുന്ന സമയത്തിനായി നിമിഷങ്ങൾ എണ്ണി കാത്തിരിക്കുകയാണ്. എന്നെങ്കിലും ഒരു ദിവസം കേരളത്തിന്റെ മണ്ണിലും ദൈവം ചുംബിച്ച കാലുകൾ പന്ത് തട്ടുമെന്ന് നമുക്ക് പ്രത്യാശിക്കാം.